നമസ്കാരം. പർപ്പിൾ മീഡിയ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ 14-ാം ഡിവിഷൻ വടക്കും ഭാഗം എന്ന ഡിവിഷനിലെ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീകുമാറാണ്. സ്വാഗതം ചെയ്യാം നമുക്ക് ഈ പരിപാടിയിലേക്ക് ശ്രീകുമാറിനെ. നമസ്തേ, ഞാൻ പുതുപ്പള്ളി ശ്രീകുമാർ, കൊല്ലം വടക്കുംപാട് ഡിവിഷനിൽ മത്സരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയാണ്. കൊല്ലം വടക്കുംപാതെ പറ്റി പറയുകയാണെങ്കിൽ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ഡിവിഷനാണ്. ഈ ഡിവിഷനിൽ കൊല്ലത്തെ ഏറ്റവും മലീമസമായ ഒരു ഡിവിഷനായിട്ട് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് അല്ലെങ്കിൽ 30 വർഷക്കാലമായിട്ട് UDFും LDFും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഇവിടുത്തെ മേയർ ഹണി ബെഞ്ചമിൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മേയർ കഴിഞ്ഞ 3-4 ടേണായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലറാണ്. മേയറായിരുന്നിട്ട് പോലും യാതൊരുവിധ ശുചിത്വം പാലിക്കാനോ യാതൊരു ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഏറ്റവും മലീമസമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ വടക്കും ഭാഗം. കുടിവെള്ളം ഇല്ല, ശരിയായിട്ട് കുടിവെള്ളം കിട്ടുന്നില്ല, ശുചിത്വം ഇല്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കോളനിയുള്ളത്. ഉള്ളിക്കട കോളനിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 100 കണക്കിന് വീട്ടുകാർക്ക് കക്കൂസ് പോലും ഇല്ലാതെ, ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ലാത്ത വീടുകൾ നരകയാതനയാണ്. ഒരു വീട്ടിൽ ഒരു ചെറിയ ഷെഡിൽ 5-6 ആൾക്കാർ, അമ്മയും പെങ്ങന്മാരും അല്ലെങ്കിൽ സഹോദരിമാരും അമ്മയും അച്ഛനും എല്ലാം അടക്കമുള്ള ആൾക്കാർ ഒരു ചെറിയ ഒരു ഇതിനകത്താണ് താമസിക്കുന്നത്. അമ്മയ്ക്കും പെങ്ങന്മാർക്കൊക്കെ ഡ്രസ്സ് മാറണമെങ്കിൽ അവിടെയുള്ള ആണുങ്ങൾ പുറത്തിറങ്ങി കൊടുക്കേണ്ട അവസ്ഥ. ഇത്തരം നരകയാതന അനുഭവിക്കുന്ന ഒരു പ്രദേശം ഒരു പക്ഷേ ഈ ഇന്ത്യയിൽ തന്നെ കാണില്ല. ധാരാവിയെ പോലും നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് പുള്ളിക്കടയ്ക്കുള്ളത്. നമുക്കറിയാം, ഈ പുള്ളിക്കട കൊള്ളനേക്കാളും 10,000 മടങ്ങ് വലിപ്പമുള്ള ധാരാവിയിൽ പോലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം വന്നതുകൂടി, മോദിജിയുടെ ഭരണം വന്നതുകൂടി അവിടെ വലിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ധാരാവി കോളനി എന്ന് മാറി ഫ്ലാറ്റ് സമുച്ചയമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ 25 വർഷക്കാലം LDF തന്നെ ഭരിച്ചിട്ട് പോലും ടോയ്ലറ്റ് പോലും, കക്കൂസ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഇവിടുത്തെ LDFകാരനും UDFകാരനും നമ്മുടെ പ്രധാനമന്ത്രിയെ കളിയാക്കിയ സ്ഥലത്ത് LDF ഭരിക്കുന്ന ഈ 25 വർഷക്കാലമായിട്ട് LDF ഭരിക്കുന്ന ഈ കൊല്ലം കോർപ്പറേഷനിൽ ഒരു കക്കൂസെങ്കിലും അവർക്ക് കെട്ടിക്കൊടുക്കാൻ സാധിക്കാത്ത മേയറാണ് ഇവിടുത്തെ മേയറായിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് നമ്മൾ അവിടുന്ന് വരുന്ന ഈ ഓടയുടെ പ്രശ്നങ്ങൾ, പട്ടിശല്യം, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നം. ഒരു ഡെവലപ്മെൻറ്റ്സും വരാത്ത, ഒരു വികസനവും വരാത്ത ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിവിടുത്തെ. നിങ്ങൾക്ക് സഞ്ചരിച്ചാൽ മനസ്സിലാവും, ആ പ്രദേശത്തൂടെ യാത്ര ചെയ്താൽ മനസ്സിലാവും. ഒരു വികസനവും വരാത്ത, തെരുവിളകൾ കത്തുന്നില്ല, അത്തരത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്താതെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു മേയറുടെ ഡിവിഷനാണത്. തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിയണം. ഇതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണം. ഈ ഒരു അവസരം ഇപ്പം ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ 9-ാം തീയതി വരുന്നത്. പ്രിയമുള്ളവരെ, ആ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സേവ് ദ ഡേറ്റ് നമുക്ക് പറയാം, 9-ാം തീയതി. ഈ ഡേറ്റ് ഓർത്ത് വെച്ചുകൊണ്ട് ഇതിനെതിരെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്, ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ശുചിത്വത്തിന് വേണ്ടിയിട്ട്, സമഗ്രമായ മുഴുവൻ ജനങ്ങളുടെയും സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട്, ഞാൻ ജാതി മത വ്യത്യാസമില്ലാതെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള മത്സരിക്കുന്ന പുതുപ്പള്ളി ശ്രീകുമാർ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.